ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ മൺഡേ മോട്ടിവേഷൻ്റെ ദിവസം എത്തിയിരിക്കുന്നു. അപ്പോൾ ഈ ആഴ്ച ഞാൻ മുടക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ചയെല്ലാം മൺഡേ മോട്ടിവേഷൻ ഇടാൻ പറ്റിയില്ല. വെരി സോറി ഫോർ ദാറ്റ്. അത് മനഃപൂർവ്വമല്ല. ഞാൻ കുറച്ച് യാത്രയിലൊക്കെ ആയിരുന്നു. നമ്മുടെ ട്രാവൽ വ്ളോഗ്സും റീസ്റ്റാർട്ട് ചെയ്തല്ലോ. കുറച്ച് യാത്രകൾ ഇടയ്ക്ക് വരുന്നുണ്ട്. കുറച്ച് ഹെക്റ്റിക്കായി പോകുന്നുണ്ട്. അതുകൊണ്ടാണ്. പക്ഷേ ഈ ആഴ്ച മുടക്കുന്നില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ സംസാരിക്കണം എന്ന് വിചാരിക്കുന്നൊരു ദിവസമാണ് മൺഡേ മോട്ടിവേഷൻ. ഷെയറിങ് ഓഫ് തോട്ട്സ് ആണ്. അപ്പോൾ എനിക്കിഷ്ടമാണ് നിങ്ങളുമായിട്ട് ഇങ്ങനെ എൻ്റെ ഐഡിയാസൊക്കെ ഷെയർ ചെയ്യാനായിട്ട്. മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്. പക്ഷെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു പക്ഷേ ഡിസ്കസ് ചെയ്യാൻ പറ്റണം എന്നില്ലല്ലോ. ഞാനിപ്പോൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ ഒരു സാധാരണ സ്വഭാവം, അല്ലെങ്കിൽ ഒരു ജനറൽ, എല്ലാവരെയും പറയുന്നില്ല, ഇതിനകത്തൊരു ജനറലായിട്ട് കാണുന്ന ഒരു കാഴ്ച എന്നുള്ള നിലയ്ക്ക് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് മലയാളികളെക്കുറിച്ച് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം ഞാനൊരു മലയാളിയാണ്. ഞാൻ ജനിച്ചു വളർന്നത് കേരളത്തിലാണ്. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലെ ആൾക്കാരെക്കുറിച്ച് വിലയിരുത്താനോ അവരുടെ ഒരു എന്താണ് പ്രത്യേക സ്വഭാവം എന്നൊന്നും പറയാറായിട്ടില്ലല്ലോ. അങ്ങനെ പറയാനും പറ്റില്ല. പക്ഷെ മലയാളിയുടെ ഒരു ജനറൽ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് കുറച്ചൊക്കെ നമ്മൾ ഇത്രയും വർഷത്തിൽ ഒരു ജീവിത പരിചയം കൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ചുറ്റും നടക്കുന്ന കാഴ്ചകളും അങ്ങനെയാണല്ലോ. അതായത് മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടാനുള്ള ഒരു വ്യഗ്രത. മലയാളി എല്ലാവരെയും ഞാൻ അങ്ങനെ പറയുന്നില്ല, അടിച്ചാക്ഷേപിച്ച് പറയുകയല്ല. ഇറ്റ്സ് നോട്ട് ഒരു ജനറൽ റൂൾ എന്നല്ല. എക്സെപ്ഷൻസ് ആർ ദെയർ. ജനറൽ റൂള് ഓർ എക്സെപ്ഷൻസ് എന്നുള്ളതിനപ്പുറത്തേക്ക് ചില ആൾക്കാർ അങ്ങനെയാണെന്ന് പറയും. ഓക്കെ, കുറച്ച് ആൾക്കാർ, ഒരു കൂടുതൽ ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർ അത്തരം ഒരു പ്രവണത കാണിക്കാറുണ്ട്. അതായത് മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടുക. എന്താണ് ഈ മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടുന്നത്? എല്ലാ കാര്യത്തിലും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾ കല്യാണം കഴിക്കാൻ താമസിക്കുകയാണെങ്കിൽ എന്ത് ചോദിക്കും? കല്യാണമായില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നടക്കും. അതൊരു എവിടെ വെച്ച് കണ്ടാലും മോളുടെ കല്യാണം ആയില്ലേ, അല്ലെങ്കിൽ നേരിട്ട് ചോദിക്കും, കല്യാണമൊന്നും ആയില്ലേ എന്ന് ചോദിക്കും. ഓരോ രീതിയാണ്. പിന്നെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കുഞ്ഞുണ്ടാകാൻ വൈകി കഴിഞ്ഞാൽ അന്നേരം അടുത്ത ചോദ്യം വരും. എന്താണ്? കുഞ്ഞുങ്ങളൊന്നും ആയില്ലേ, എന്താ പ്ലാനിങ് ആണോ എന്ന് പറഞ്ഞിട്ടുള്ള ചില ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഫേസ് ചെയ്താണ് ഓരോ ആൾക്കാരും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. ഓക്കെ, ചോദിക്കുന്നതിൽ തെറ്റില്ല, വേണമെങ്കിൽ ചോദിക്കാം. ചിലപ്പോൾ അവർ നല്ല ഉദ്ദേശത്തിൽ ചോദിക്കുന്നവരായിരിക്കാം, അവരുടെ ഒരു ശുദ്ധ മനസ്സുകൊണ്ട് ചോദിക്കുന്നതായിരിക്കാം. അല്ലാണ്ട് ഹേർട്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ എന്നാലും അതൊരു തരം ഇൻ്റർഫിയറൻസ് ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നവരെ എല്ലാവരും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. പിന്നെ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നുമില്ല. അപ്പോൾ കഴിയുന്നതും അത്തരം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഒഴിവാക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ ലോഹ്യം പറയുക എന്ന് പറഞ്ഞാൽ ഇതാണ് ലോഹ്യം. ഓക്കെ, അത് സ്നേഹാന്വേഷണം എന്ന് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളാണ് സാധാരണയായിട്ട് ഒരു ആവറേജ് ആയിട്ടുള്ളൊരു മലയാളി ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. പക്ഷെ അതിൽ നമ്മൾ തെറ്റൊന്നും കാണേണ്ട കാര്യമില്ല. ചിലപ്പോൾ തെറ്റായിട്ട് വിചാരിക്കാം, തെറ്റല്ലാണ്ട് കാണാനും പറ്റും. നമുക്ക് ഏത് രീതിയിലും പോസിറ്റീവ് ഓർ നെഗറ്റീവ് എങ്ങനെ വേണമെങ്കിലും ഏത് കാഴ്ചപ്പാടിലൂടെയും നമുക്ക് എടുക്കാം. പക്ഷേ ചില ചോദ്യങ്ങൾ, ചില സംസാരങ്ങളൊക്കെ ചിലരെ ഹേർട്ട് ചെയ്യും. ഇതൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ന്യൂട്രൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, വലിയ കുഴപ്പമൊന്നുമില്ല, പറഞ്ഞാൽ കേൾക്കുക, ഓക്കെ, ഒന്ന് ചിരിച്ച് കളയുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഉത്തരം കൊടുക്കുക, അത്രയേ ഉള്ളൂ. പക്ഷേ ചിലത് വളരെ ഡീപ്പായിട്ട് ആൾക്കാരെ ഓണ്ട് ചെയ്യുക, ഹേർട്ട് ചെയ്യുക മുതലായ കാര്യങ്ങളുണ്ട്. അത് മനസ്സിൽ തന്നെ നിൽക്കും. കുറച്ച് ആൾക്കാർക്കല്ല, എല്ലാവരും സ്ട്രോങ് ഹാർട്ടഡൊന്നും അല്ല, നമ്മൾ കാണുന്ന പോലെയല്ല. പലപ്പോഴും വളരെ വീക്കായിട്ടുള്ള ആൾക്കാരുണ്ട്. മനസ്സുകൊണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് എന്തെങ്കിലുമൊക്കെ വിഷമം നമ്മുടെ മുഖത്ത് നോക്കി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞു എന്ന് കേട്ട് കഴിഞ്ഞാൽ വിഷമിക്കുന്ന ആൾക്കാരാണ്. ഒരു 80% ആൾക്കാർ അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റ് ചെയ്യണം എന്നില്ല. പോട്ടെ, ഈ ചെവി കൂടെ കെട്ടി ഈ ചെവി കൂടെ കളയാം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡല്ല. അത് നമ്മുടെ തൊലിക്കട്ടി അത്രയും കട്ടിയാവണമെന്നില്ല എല്ലാവർക്കും. പക്ഷേ കുറച്ച് ആൾക്കാർക്ക് നല്ല സ്ട്രോങ് ആയിട്ട് എന്ത് കേട്ടാലും നോ പ്രോബ്ലം എന്ന് വിചാരിക്കാനും പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇൻ്റർഫിയറൻസ് ഇൻ ഓൾ വാക്സ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. അതായത് നമ്മുടെ വീട്ടിലെ കാര്യം തന്നെ എടുക്കാം. ഓക്കെ, ഇപ്പോൾ അനുമോളും വീഡിയോ വിടാറുണ്ട്, യൂട്യൂബിൽ ഇടാറുണ്ട്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ. ഓക്കെ, ഷീ ഈസ് ഓൾസോ ആക്റ്റീവ്. അപ്പം മോനിപ്പം ദുബായിലാണെന്നുള്ളതും എല്ലാവർക്കും അറിയാം. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞു, 1.25 വർഷമായിട്ട് വിഷ്ണു ദുബായിലാണ്. ഇതിനിടയ്ക്ക് 3-4 പ്രാവശ്യം വിഷ്ണു ഇവിടെ വന്നുപോയി. ഞങ്ങൾ തന്നെ 1-2 പ്രാവശ്യം അങ്ങോട്ട് പോയി. അപ്പോൾ പോക്ക് വരവ്, പിന്നെ എല്ലാ ദിവസവും കൂടുതൽ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, ഇൻട്രാക്ഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. മോനെ മിസ് ചെയ്യുന്നുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, മിസ്സിങ് ഉണ്ടാവും. പക്ഷെ അവരുടെ കരിയറിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രൊഫഷന് വേണ്ടിയിട്ട്, അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെ ദൂരെ പോയി ജോലി ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. കിട്ടിയ അവസരം, നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, അതെടുത്തു. അപ്പോൾ അനുക്കുട്ടിയും മോളും ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ തന്നെയാണ്, ട്രിവാൻഡ്രത്താണ്, ഞങ്ങളോടൊപ്പമാണ്. അനുവിൻ്റെ വീടും അടുത്ത് തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് അനുവിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വീട്ടിലും പോകാൻ പറ്റും, അവരെയും കാണാൻ പറ്റും. ഞങ്ങളെല്ലാവരും ഒരു വളരെ കുഴപ്പമില്ലാണ്ട് ഹാപ്പിയായിട്ട് ജീവിക്കുന്നു. പക്ഷേ
അനുക്കുട്ടിയുടെ വീഡിയോസിൽ ദുബായി പോയ കാര്യങ്ങൾ അതൊക്കെ കുറേ കാണിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വീഡിയോസ് ഇട്ടിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുള്ള വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ കുറച്ചൊക്കെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സും ചെയ്യുന്നുണ്ടല്ലോ. കുറച്ച് നെഗറ്റീവ് കമൻറ്റ്സ്, ഞാൻ സാധാരണ നെഗറ്റീവ് കമൻറ്റ്സ് ഒന്നും മൈൻഡ് ചെയ്യാറില്ല. എനിക്ക് വരുന്ന നെഗറ്റീവ് കമൻറ്റ്സ് എല്ലാം ഞാൻ അപ്പോൾ ഡിലീറ്റ് ചെയ്യാറാണ് എൻ്റെ പതിവ്. അപ്പോൾ അനുക്കുട്ടിയുടെ വീഡിയോയുടെ താഴെ വന്ന് കുറച്ച് നെഗറ്റീവ് കമൻറ്റ്സൊക്കെ കുറച്ച് കാര്യമായിട്ട് വരുന്നുണ്ടായിരുന്നു ഇൻ ബിറ്റ്വീൻ. അപ്പോൾ അനുവിനത് വളരെ വിഷമം തോന്നിയ കുറേ കമൻറ്റ്സ് അതിൽ കണ്ടു. അപ്പോൾ എന്നോട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തു, അമ്മ ഇങ്ങനെ കുറച്ച് കമൻറ്റ്സൊക്കെ വന്നിട്ടുണ്ട്, എന്തിനാ ആൾക്കാർ ഇങ്ങനെയൊക്കെ കമൻറ്റ് ഇടുന്നത്, കഷ്ടമല്ലേ എന്നൊക്കെ ചോദിച്ച് വിഷമം പറഞ്ഞു. അപ്പോൾ ഞാനതെടുത്ത് നോക്കി ഈ കമൻറ്റ്സ് എന്താണ് ഇത്രയും കാര്യമായിട്ട്. അപ്പോൾ അതിൽ കുറച്ച് ചോദ്യങ്ങൾ ഇതാണ്: എന്തുകൊണ്ട് അനുക്കുട്ടി വിഷ്ണുവിനോടൊപ്പം ദുബായിൽ പോയി താമസിക്കുന്നില്ല? അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഭർത്താവ് എവിടെയാണോ അവിടെയല്ലേ ഭാര്യ ഉണ്ടാവേണ്ടത്? ഭാര്യയും കുഞ്ഞും അച്ഛനും അമ്മയും കുട്ടിയൊക്കെ ഒരു യൂണിറ്റായിട്ട് അവിടെ നിൽക്കുന്നതല്ലേ നല്ലത്? എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്? വൈ യു ആർ സ്റ്റേയിങ് വിത്ത് യുവർ ഇൻ ലോസ്? എന്തിനാണ്, അതിൻ്റെ ആവശ്യം എന്താണ്? അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ ചില കമൻറ്റ്സ്. പിന്നെ ചില കമൻറ്റ്സിൽ എന്തോ ഒരു പന്തികേട് മണക്കുന്നുണ്ടല്ലോ അവിടെ ഇവിടെയായിട്ട് നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയി നിൽക്കാത്ത? അപ്പോൾ അതിൽ എന്തോ ഒരു ദുരൂഹത എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു കമൻറ്റ് കണ്ടു. അപ്പോൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത കുറേ കമൻറ്റ്സ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട്. എല്ലാവരുടെയും ജീവിതം ഒരുപോലെയാണോ? അല്ലല്ലോ. സാഹചര്യങ്ങൾ ഒരുപോലെയാണോ? അല്ല. അപ്പോൾ അതാണ് ഞാൻ കഴിഞ്ഞ ഏതൊരു മോട്ടിവേഷണൽ വീഡിയോയിലും അത് തന്നെയാണ് പറഞ്ഞത്. പല ആൾക്കാരെ കുറിച്ച് നമ്മളൊരു വിലയിരുത്തൽ നടത്തുമ്പോൾ നമ്മൾ ജനറലൈസ് ചെയ്യാനേ പാടില്ല. കാര്യം എല്ലാവരും ഒരേപോലെ കാണരുത്, ഒരേ കണ്ണിലൂടെ കാണരുത്. ഓരോരുത്തരും കടന്നു പോകുന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ഹസ്ബൻഡ് ദൂരെയാണ്, പിന്നെ ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ആർമിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, പല പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. എല്ലാവർക്കും ഒരു പക്ഷേ ഭാര്യയെ കൂടെ കൊണ്ടുപോയി ജോലി സ്ഥലത്ത് നിർത്താൻ പറ്റാത്ത ഒരുപാട് സാഹചര്യങ്ങളുള്ളവരുണ്ട്. ഇപ്പോഴല്ല, പണ്ട് തൊട്ടേ അങ്ങനെയാണ്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കുറേ കൂടെ ഈസിയാണ് കൊണ്ടുപോയി താമസിപ്പിക്കുകയൊക്കെ. എങ്കിലും ഒരുപാട് ഫാമിലീസിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒന്നിച്ചായിരിക്കില്ല നിൽക്കുന്നത്. വെക്കേഷൻസിനായിരിക്കും കാണുന്നത്. അവരങ്ങോട്ട് വരുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ ആയിരിക്കും. കുട്ടികൾ ചിലപ്പോൾ നാട്ടിലായിരിക്കും, അമ്മയോടൊപ്പം ആയിരിക്കും. ചിലപ്പോൾ അച്ഛനും അമ്മയും വിദേശത്തായിട്ട് കുട്ടികൾ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ അവർ മാത്രമായിട്ട് വളർത്തുന്ന എത്രയോ വീടുകൾ എനിക്കറിയാം. അങ്ങനെയും സംഭവിക്കാറുണ്ട്. കുട്ടികളുടെ പഠിത്തത്തിന് വേണ്ടിയിട്ട് അവരെ ബോർഡിംഗ് സ്കൂളിലാക്കിയിട്ട് പാരൻസ് പുറത്ത് താമസിക്കുന്നവരില്ലേ, ജോലി ആവശ്യമായിട്ട്. അവർക്കൊരു പക്ഷേ ജോലി സംബന്ധമായിട്ട് അവിടെ നിൽക്കേണ്ട ഒരു ആവശ്യകത വരുന്നു. കുട്ടികളെ കൂടെ നിർത്താൻ പറ്റില്ല. അവരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അവർ വേറെ സ്കൂളിലോ, അവർ നാട്ടിലെ സ്കൂളിലോ, നല്ല സ്കൂളിലോ, വേറെ എവിടെയാണെങ്കിലോ ബോർഡിംഗ് സ്കൂളിൽ നിന്ന് പഠിക്കുന്നവരുണ്ട്. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ആയിരിക്കണം എന്നില്ല. പിന്നെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ നിന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട്. തീരെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ പോലും ഗ്രാൻഡ് പാരൻസിനെ ഏൽപ്പിച്ചിട്ട് പോകുന്ന അച്ഛനമ്മമാരുണ്ട്. കാര്യം അവർക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് കരിയറിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ദൂരസ്ഥലങ്ങളിൽ വിദേശത്തൊക്കെ ജോലി കിട്ടുമ്പോൾ പോകേണ്ടി വരുന്നു. അപ്പോൾ ഇതൊരു പല വീടുകളിലും സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. ഇതൊരു വലിയ സംഭവമൊന്നുമല്ല. ഹസ്ബൻഡും വൈഫും കുഞ്ഞും ഒന്നിച്ചൊരു യൂണിറ്റായിട്ട് ആദ്യ അവസാനം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന നല്ല ചിന്തകൾ തന്നെയാണ്, നല്ല ആഗ്രഹവും തന്നെയാണ്. ഒരു പക്ഷേ സാഹചര്യങ്ങൾക്കനുസരിച്ച് കുറേ മാറ്റങ്ങൾ വന്നു എന്നിരിക്കും. പല വീടുകളിലും പല രീതിയാണല്ലോ. അപ്പോൾ അതുകൊണ്ടൊരു ജനറലൈസ് അത് തെറ്റാണ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരു തെറ്റുമില്ല. എന്താ തെറ്റ്? അത് ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചിട്ടല്ലേ ഓരോരുത്തർ ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പണ്ടൊക്കെ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ഭർത്താവാണെങ്കിൽ ഭാര്യ നാട്ടിലേക്ക്, പണ്ടെന്നല്ല ഇപ്പോഴും എത്രയോ പേരുണ്ട് നാട്ടിൽ നിൽക്കുന്ന, കുട്ടികളുടെ പഠിത്തത്തിന് വേണ്ടി നിൽക്കുന്നവരുണ്ട്. അച്ഛനമ്മമാരുടെ പ്രായമായ അച്ഛനമ്മമാർ നാട്ടിലായതുകൊണ്ട് അവരെ നോക്കാൻ വേണ്ടി നിൽക്കുന്നവരുണ്ട്. ചിലപ്പം സാമ്പത്തികമായിട്ട് ഫാമിലിയും കൂടി ഗൾഫിൽ കൊണ്ടുപോയി താമസിപ്പിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ഫാമിലി അക്കോമഡേഷൻ കിട്ടാത്തവരുണ്ട്. ഫാമിലി വിസ കൊണ്ടുപോയാൽ അങ്ങനെ കിട്ടാത്തവരുണ്ട്. ഏതെല്ലാം സാഹചര്യങ്ങൾ. പിന്നെ ഹസ്ബൻഡും കുട്ടികളും മാത്രം നാട്ടിൽ വന്നിട്ട് ഭാര്യമാർ പുറത്ത് പോയി ജോലി ചെയ്യുന്നവരുണ്ട്. എത്ര പേരുണ്ട്? ഒരുപാട് ആൾക്കാരില്ലേ. യൂറോപ്യൻ കൺട്രീസിൽ പോകുന്നവരുണ്ട്, ഈ അമേരിക്കയിലുള്ളവരുണ്ട്, പിന്നെ UK താമസിക്കുന്നവരുണ്ട്, അല്ലാണ്ട് ഗൾഫ് കൺട്രീസിലുണ്ട്, പല രാജ്യങ്ങളിലും ഇല്ലേ. അതായത് ഭാര്യമാർ പുറത്ത് പോയി ജോലി ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ ഒരു സാഹചര്യം വരുന്നു. ചിലപ്പോൾ ഹസ്ബൻഡ് നാട്ടിലായിരിക്കും, കുട്ടികൾ നാട്ടിലായിരിക്കും, അങ്ങനെയും വരാമല്ലോ. അപ്പോൾ ഇതൊന്നും ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല. അപ്പം ഓരോരുത്തർക്കും ഓരോ സാഹചര്യമാണ്. നമ്മൾ ആരോടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ആക്ച്വലി പറഞ്ഞേ ഇല്ല. അപ്പോൾ എന്തിനു കുറ്റപ്പെടുത്തണം? ഒരു പക്ഷേ വെൽവിഷർ എന്നുള്ള നിലയ്ക്കായിരിക്കാം പറയുന്നത്, അയ്യോ നിങ്ങൾ ഒന്നിച്ച് നിൽക്കുക. അപ്പോൾ സ്വന്തമായിട്ട് നമ്മൾ ഓരോരുത്തർക്കും അവരവരുടേതായ ഏറ്റവും ബെസ്റ്റ് ഇൻട്രസ്റ്റ് നോക്കാൻ അറിയാം. ഓക്കെ, നമ്മൾ ഏറ്റവും നല്ല ഇൻട്രസ്റ്റിലല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ. അവർക്ക് ഏറ്റവും നല്ലത് ഏതാണോ അതാണ് അവർ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ വേറൊരു തേർഡ് പേഴ്സൺ ഇരുന്നിട്ട് നിങ്ങൾക്ക് അതല്ലേ നല്ലത്, നിങ്ങൾ എന്തുകൊണ്ട് പോകുന്നില്ല? സാഹചര്യങ്ങൾ അറിഞ്ഞാലല്ലേ പറയാൻ പറ്റുള്ളൂ. അവിടെ ഇപ്പോൾ ഒരാൾ ജോലിയായിട്ട് പോയി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അനുവിന് ഇവിടെ കാര്യങ്ങളുണ്ട്, അനുവിൻ്റെ ബുട്ടീക്കുണ്ട്, ബിസിനസ് ചെയ്യോ, കുഞ്ഞ് ചെറിയ കുട്ടിയാണ്, അനുവിൻ്റെ പാരൻസ് ഇവിടെ ഉണ്ട്, പാരൻസിൽ അമ്മയ്ക്ക് സുഖമില്ല, അച്ഛന് സുഖമില്ല, പല കാര്യങ്ങളുണ്ട്. ഇപ്പം അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെ നിൽക്കുന്നതാണ് ഈ ഒരു സമയത്ത് അവരൊക്കെ ഇങ്ങനെ രണ്ട് സ്ഥലത്തായിട്ട് നിന്നിട്ടാണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും
ഇടയ്ക്കിടയ്ക്ക് കാണാനും ഒക്കെ ഉള്ള സാഹചര്യം ഉണ്ടെങ്കിൽ പിന്നെ കുടുംബങ്ങളാണെങ്കിലും കുഴപ്പമില്ല. അച്ഛനെ എല്ലാ ദിവസവും കാണുന്നുണ്ട്, അവിടെ പോകുമ്പോൾ കാണുന്നുണ്ട്, ഇവിടെ വരുമ്പോൾ കാണുന്നുണ്ട്, പിന്നെ ഒരു കുറവും ഇല്ലാണ്ട് എല്ലാവരും കൂടി നോക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ എന്നുള്ള ഒരാൾ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പം നമ്മൾ ഈ അച്ഛൻ അമ്മ കുട്ടിയെ ഒന്നിച്ചാവണം എന്ന് എപ്പോഴും പറയുമ്പോൾ ഇൻസിസ്റ്റ് ചെയ്യുമ്പോൾ കുറ്റപ്പെടുത്തുന്ന പോലെ സംസാരിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അങ്ങനെയല്ലേ? നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം തോന്നുന്നത്? ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ്, എന്തിനാണ് മാറി നിൽക്കുന്നത്, അതിനെക്കുറിച്ചൊന്നും അറിയാണ്ട് ജനറലൈസ് ചെയ്തിട്ട് ഉപദേശിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അങ്ങനെ ചെയ്യുമ്പോൾ ചുമ്മാ കേട്ട് കളയാമെന്നല്ലാണ്ട് അതിനപ്പുറത്തേക്ക് അവർക്കറിയില്ലല്ലോ എന്താണ് കാര്യം, എന്തുകൊണ്ട് മാറി നിൽക്കുന്നു, അങ്ങനെ അറിയാമോ? അറിയില്ലല്ലോ. അപ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക്, അനുകുട്ടിക്ക് അത് വളരെയധികം ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇഷ്ടപ്പെടുന്നില്ല, വിഷമം തോന്നുന്നുണ്ട്, എന്തിനാ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, ഓക്കെ. അപ്പോൾ അമ്മ എന്തായാലും ഒരു മോട്ടിവേഷൻ വീഡിയോ ഇടുമ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം എന്ന് പറയും. ഞാൻ പറഞ്ഞു പിന്നെന്താ, ഞാൻ സംസാരിക്കാം. കാര്യം ഇതൊരു ജനറൽ ടോപ്പിക്കായിട്ട് തന്നെ ഞാൻ പറഞ്ഞു. ഞാനിപ്പോൾ നമ്മുടെ ഒരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ദിസ് ഇസ് ജസ്റ്റ് എ സിമ്പിൾ എക്സാമ്പിൾ. ഇതിപ്പോൾ നമ്മൾ പറയുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണ്, അനുഭവം കൊണ്ട് പറയുകയാണ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അഭിപ്രായങ്ങൾ പറയുമ്പോൾ 2 പ്രാവശ്യം ആലോചിക്കുക. അത് എന്തുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു? ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നിൽക്കുന്നത് തന്നെയല്ലേ സന്തോഷം. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ചിലപ്പോൾ ഒന്നിച്ച് നിൽക്കാൻ പറ്റണം എന്നില്ല. ഓരോരുത്തരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരാം. ചിലപ്പോൾ ഇന്നത്തെ പോലെ ആയിരിക്കില്ല, ചിലപ്പോൾ ഒരു വർഷം 2 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്നിച്ചായിരിക്കാൻ നിൽക്കുക. എങ്ങനെ അറിയാൻ പറ്റും? മാറ്റങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യങ്ങളല്ലേ. ഇതൊന്നും പ്ലാൻഡായിട്ട് ചെയ്യുന്നതല്ലല്ലോ. വരുന്നതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ മോളെ ചിലപ്പോൾ നാട്ടിൽ പഠിപ്പിക്കുന്നതായിരിക്കും അവർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. എങ്ങനെ അറിയാം? അതൊക്കെ അവരെടുക്കുന്ന തീരുമാനങ്ങൾ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എടുക്കേണ്ട തീരുമാനങ്ങൾ അവരെടുക്കുന്നു. അപ്പോൾ അത് ഒരു തേർഡ് പേഴ്സൺ അവിടെ വന്നിട്ടൊരു അഭിപ്രായം പറയുന്നതിൽ വളരെയധികം തെറ്റുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറയണു, എല്ലാവർക്കും അങ്ങനെയാണ് തോന്നുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഇത് ഞാൻ പോലും ഒരു അഭിപ്രായം പറയാത്തൊരു വിഷയമാണ്. കാര്യം ഇൻ്റർഫിയർ ചെയ്യുന്നതിൽ എനിക്ക് താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. ഓക്കെ, ആസ് എ മദർ ഇൻ ലോ ഓർ ആസ് എ മദർ ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും ഇടപെടരുത്. അവരുടെ പേഴ്സണൽ ചോയ്സാണ്. അവരവിടെ നിൽക്കണമോ ഇവിടെ നിൽക്കണമോ, ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് മതിയോ, എന്തൊക്കെയാണെന്നുള്ളത് ഇറ്റ്സ് ദെയർ ചോയ്സ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മുടെ ഒരു ആവറേജ് മൈൻഡ് സെറ്റിൽ നമ്മളൊരു മലയാളി ചിന്തിക്കുന്നത് ആ രീതിയിൽ ചിന്തിച്ചാൽ നമ്മളിങ്ങനത്തെ ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് വേറൊരാളുടെ ജീവിതത്തിൽ അഭിപ്രായം പറയാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല, ആർക്കുമില്ല. നോബഡി, ഇപ്പോൾ എക്സ് ഓർ വൈ, നോബഡി ഹാസ് ദാറ്റ് റൈറ്റ്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല. ഇത് ഞാൻ നമ്മുടെ എക്സാമ്പിളിൽ നിന്നും പറഞ്ഞാണ്, നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നും പറഞ്ഞാണ്. പക്ഷേ അതേസമയം ഇത് ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് പേര്, ഒരാളെന്നല്ല. പിന്നെ ഈ അച്ഛനമ്മ കുട്ടികൾ ഒന്നിച്ച് വേണം എന്നൊക്കെ പറയുമ്പോൾ എത്രയോ അച്ഛനമ്മമാരില്ലാത്ത കുട്ടികളുണ്ട്, എത്രയോ അമ്മമാർ അച്ഛനില്ലാത്ത കുട്ടികളെ വളർത്തുന്നു, എത്രയോ അച്ഛന്മാർ അമ്മമാരില്ലാത്ത കുട്ടികൾ. അങ്ങനെ ഏതെല്ലാം സാഹചര്യത്തിലൂടെ കുട്ടികൾ എല്ലാം 2 പേരുടെയും സ്നേഹം കിട്ടി വളരണം എന്ന് പറയുമ്പോൾ 2 പേരുടെയും സ്നേഹം കിട്ടാതെ എത്രയോ കുട്ടികൾ വളരുന്നു എന്ന് പറഞ്ഞാൽ ആ കുട്ടികളൊക്കെ മോശമാണോ? അല്ലല്ലോ. അപ്പോൾ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് ആൾക്കാർക്ക് ഓരോരോ അത്യാവശ്യങ്ങളും ആവശ്യങ്ങളും നോക്കിയിട്ട് പ്രയോറിറ്റീസ് ഫിക്സ് ചെയ്തിട്ടാണ് എല്ലാവരും ജീവിതം പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോകും. അത് ഒരു മൂന്നാമതൊരാൾക്ക് അത് മനസ്സിലാവില്ല. മനസ്സിലാവാത്തൊരു കാര്യത്തിനെക്കുറിച്ച് ആരും അഭിപ്രായം പറയാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അത് റോങ് ആയിട്ട് എടുക്കരുത്. സോറി ഫോർ ദാറ്റ്. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞാണ്. നമുക്ക് ഒപ്പീനിയൻ പറയാനുള്ള റൈറ്റ് ഉണ്ടല്ലോ എല്ലാവർക്കും. പക്ഷേ ഇപ്പോൾ അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ജനറലായിട്ട് പറയാനാണെങ്കിൽ, അപ്പോൾ ഇത് നമ്മുടെ എല്ലാവരുടെയും ഒരു ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ട് വരുന്ന, നമ്മൾ അറിയാണ്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടാൻ പോകും. അപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഇപ്പോൾ ഇതുപോലെ തന്നെയാണ്. ആരെങ്കിലും ഒരാൾ കല്യാണം കഴിക്കുന്നു, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയുടെ കല്യാണം ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി വേറൊരാളെ കല്യാണം കഴിക്കുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും തമ്മിലൊരു ഡിവോഴ്സ് കേസ് നടക്കുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റിപ്പിരിയുന്നു എന്നൊക്കെ പറയുമ്പോൾ അറിയപ്പെടുന്ന ആൾക്കാരാണെങ്കിലും അറിയപ്പെടാത്ത ആൾക്കാരാണ്, പിന്നെ ഏതെങ്കിലുമൊക്കെ ആരെങ്കിലും കൂടെ ഒളിച്ചോടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വരുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരാവശ്യമില്ലെങ്കിലും നമ്മൾ അഭിപ്രായം പറയും. ആ കമൻറ്റ് ബോക്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആ വീഡിയോയുടെ താഴെ ആൾക്കാർ വന്ന് അഭിപ്രായം പറയുന്നത്. ആർക്കൊന്നും അറിയില്ലെങ്കിലും ഒരുപാട് അഭിപ്രായങ്ങളുടെ ഒരു വലിയൊരു ഘോഷയാത്രയാണ് നമ്മളവിടെ കാണാൻ സാധിക്കുന്നത്. അതെന്താണെന്ന് എനിക്കറിയില്ല. അത് ഏറ്റവും കൂടുതൽ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ അനാവശ്യമായ അഭിപ്രായങ്ങൾ പറയുന്നത് ഫേസ്ബുക്കിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഫേസ്ബുക്കിലെ ആൾക്കാർക്ക് പിന്നെ ഒരു പരിചയമില്ല. പരിചയമില്ലെങ്കിലും അഭിപ്രായം പറഞ്ഞുകൊണ്ടേയിരിക്കും ഓരോരുത്തർ. ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓരോ അഭിപ്രായങ്ങൾ പറയുന്നതിന് അവസാനവും ഇല്ലാത്തൊരു സ്ഥലമാണ് ഫേസ്ബുക്ക്. അപ്പോൾ ചോദിക്കുക, എന്നാൽ പിന്നെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഇടുന്നത് കൊണ്ടല്ലേ? പേഴ്സണൽ കാര്യം എന്നുള്ളതല്ല. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോ പ്രൊഫഷനാണ് ചെയ്യുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ കൊണ്ട് നമ്മുടെ പ്രൊഫഷനാക്കി മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ ഫേസ്ബുക്ക് എന്നുള്ളതിനപ്പുറത്തേക്ക്
ഫേസ്ബുക്ക് ആകാം, യൂട്യൂബ് ആകാം, ഇൻസ്റ്റാഗ്രാം ആകാം. ഇതൊക്കെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും അത് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനപ്പുറത്തേക്ക് ചിലപ്പോൾ പ്രൊഫഷണലായിട്ട് ഉപയോഗിക്കുന്നവരും ഉണ്ട്. ഇപ്പം നമ്മളെല്ലാവരും പ്രൊഫഷണലായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. കാര്യം നമ്മൾ യൂട്യൂബിലൂടെയാണ് നമ്മുടെ വീഡിയോസ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. അത് തന്നെയാണ് ഫേസ്ബുക്കിൽ ഇടുന്നത്. അപ്പോൾ നമ്മൾ കുക്കിംഗ് വീഡിയോസ് ആണെങ്കിലും ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് ആകുമ്പോൾ ലൈഫ് സ്റ്റൈൽ അതായത് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി നമ്മൾ എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിൽ കുറേ ആൾക്കാരെ കാണും. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് പേഴ്സണൽ കാര്യങ്ങൾ വെച്ചാൽ അതൊരു ടൈപ്പ് ഓഫ് പ്രൊഫഷനാണ്. ദാറ്റ് ഈസ് ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ്. ആൻഡ് പല പല കാറ്റഗറി ഉണ്ടാവുമല്ലോ. അതിൽ കുക്കിംഗ് ഉണ്ടാകാം, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചാകാം, അതെങ്കിൽ ട്രാവലാകാം, പല കാര്യങ്ങളുണ്ടല്ലോ ഇടുന്നത്. അപ്പോൾ ഇത് പാർട്ട് ഓഫ് ദ പ്രൊഫഷൻ. അതിടുമ്പോൾ അത് അതിൻ്റേതായ രീതിയിൽ കാണുക, അതിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നവർ അപ്രീഷിയേറ്റ് ചെയ്യുക. വളരെ ക്രിയേറ്റീവായിട്ടുള്ള ക്രിറ്റിസിസം ഓക്കെയാണ്. അത് സ്വീകരിക്കാൻ പറ്റുന്നതൊക്കെ നമുക്ക് സ്വീകരിച്ച് മാറ്റങ്ങൾ, ക്രിയേറ്റീവ് എന്ന് പറയുമ്പോൾ അതാണല്ലോ, നമുക്കുണ്ടാകുന്ന തെറ്റുകൾ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ നോക്കും. അല്ലാണ്ട് ഒരു കാര്യമില്ലാതെ നെഗറ്റീവ് കമൻറ്റ്സ് മാത്രം ഇടുമ്പോൾ അത് കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കാണാതിരിക്കാമല്ലോ, അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നെഗറ്റീവ് കമൻറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ ദേഷ്യമുള്ളവരായിരിക്കുമല്ലോ അങ്ങനെ വളരെ വെഞ്ചൻസോട് കൂടി കമൻറ്റ് ഇടുന്നത്. അങ്ങനെ വരുമ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഐ ജസ്റ്റ് എടുത്ത് കളയും, അത് ഡിലീറ്റ് ചെയ്യും. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഓപ്ഷൻ. ഡിലീറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഉള്ളതൊരു വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അത് എന്തായാലും യൂട്യൂബിലും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. അങ്ങനെയാണ്. പക്ഷേ ചിലപ്പോൾ ചില കാര്യങ്ങൾ ചിലരെ ഹേർട്ട് ചെയ്യുന്നു എന്നുള്ളതും കൂടി എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മുടെ കാര്യം മാത്രമല്ല, ജനറലായിട്ട് ഞാൻ പറയുകയാണ്, മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഒരുപാട് അഭിപ്രായങ്ങൾ പറയാണ്ട് ഒന്നുകിൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതിലൊന്നും അഭിപ്രായം പറയേണ്ട കാര്യമില്ലാത്ത വിഷയങ്ങളാണ്. കാര്യം ഇത് ആരെയും സംബന്ധിക്കുന്ന കാര്യമല്ല. അവർക്കിതിലൊരു ഗിവ് ആൻഡ് ടേക്കും ഇല്ല. വീട്ടുകാർക്കാണ് അവരുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് അറിയുന്നത്. വീട്ടുകാർക്കില്ലാത്ത കുഴപ്പം നാട്ടുകാർക്ക് വരേണ്ട കാര്യവുമില്ല. ഇത് ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമല്ല. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്കൊന്നും ആവശ്യമില്ലാത്ത കാര്യമാണ് അതിലൊരു അഭിപ്രായം പറയേണ്ടത്. അങ്ങനെ വിചാരിക്കുമ്പോൾ അത് തെറ്റ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, മൺഡേ മോട്ടിവേഷൻ പറയുമ്പോൾ ഞാൻ ഈ കാര്യങ്ങളും കൂടി ഒന്ന് മെൻഷൻ ചെയ്യാം. അതായത് മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ ആവശ്യമില്ലാതെ അഭിപ്രായം പറയാൻ പോകാതിരിക്കുക. അതാണ് ഇപ്പോഴത്തെ കാലത്ത് എന്നല്ല, പണ്ടത്തെ കാലത്താണെങ്കിലും ഏത് കാലത്താണെങ്കിലും അതാണ് നല്ലത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അത് കുറച്ച് കൂടുതലായിട്ട് ഈ സോഷ്യൽ മീഡിയ എന്നുള്ളൊരു പ്ലാറ്റ്ഫോം കൂടി ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി വിസിബിലിറ്റി വരുന്നുണ്ട്. അപ്പോൾ അത് ഒരുപാട് പേര് വായിക്കുന്ന പ്ലാറ്റ്ഫോമാണ്. അത് വായിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എഫക്റ്റഡ് പാർട്ടീസിന് ആരെ പറ്റിയാണോ പറയുന്നത് അവർക്കത് ചിലപ്പോൾ വിഷമം ഉണ്ടാക്കും. അങ്ങനെ മറ്റുള്ളവരെ വിഷമിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്നും കൂടി ചിന്തിക്കുക. ഇതാണ് എനിക്കിപ്പോൾ ജനറലായിട്ട് പറയാനുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം, കമൻറ്റ് ബോക്സിലേക്ക് വരിക. അപ്പോൾ സന്തോഷം മാത്രം. അപ്പോൾ താങ്ക് യു സോ മച്ച്. നിങ്ങൾ തരുന്ന സ്നേഹവും സപ്പോർട്ടും ഒക്കെ വിലമതിക്കാനാവാത്തതാണ്. ഞാനിപ്പോൾ വളരെയധികം സന്തോഷത്തിലാണ്. കാരണം എല്ലാ വീഡിയോസിൻ്റെ താഴെ വരുന്ന കമൻറ്റ്സൊക്കെ വളരെ സ്നേഹത്തോടു കൂടിയുള്ള ട്രാവൽ വ്ളോഗ്സൊക്കെ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ നെഞ്ചിലേറ്റി എന്നുള്ളത് എനിക്ക് വലിയ എനർജി തരുന്നൊരു കാര്യമാണ്. ഇറ്റ്സ് എൻ എനർജി ബൂസ്റ്റർ. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് പിന്നെ കൂടുതൽ ചെയ്യാനായിട്ടുള്ളൊരു മോട്ടിവേഷനും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ഓൾ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. പിന്നെ ട്രാവൽ വ്ളോഗ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ, അതെങ്ങനെയാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്, അതിൻ്റെ ടൈമിങ് എങ്ങനെയാണ്, വാട്ട് ഈസ് മൈ പാറ്റേൺ ഓഫ് വർക്ക്, അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ ഞാൻ ലൈവിൽ വന്നിട്ട് പറയാൻ സാധ്യതയുണ്ട്. കുറേ നാളായി നമ്മുടെ സെക്കൻഡ് ചാനൽ, അത് ട്രാവൽ ചാനലിൽ ലൈവ് ചെയ്തിട്ട് അതിലൊരു ലൈവ് വരണം എന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെയും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു.